പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വല്ലാത്തൊരവസ്ഥയിൽ മുസ്ലിം ഉമ്മത്ത് ഒറ്റപ്പെട്ടു പോവുകയായി. എവിടെയും ചോദിക്കാനും പറയാനും ആരുമില്ലാത്തൊരവസ്ഥ. വരുന്നവനും പോകുന്നവനും എല്ലാവരും നമ്മുടെ മേക്കിട്ട് കയറി പോകുന്ന ഒരു വല്ലാത്ത സാഹചര്യത്തിലൂടെയാ ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. എടോ, മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അഭിമാനവും ഇസ്സത്തും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. എൻ്റെ അയൽവാസി ഒരു മുസ്ലിമാണ്, എൻ്റെ കൂട്ടുകാരൻ ഒരു മുസ്ലിമാണ് എന്ന് പറയുന്ന ഒരു നല്ല കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് മുസ്ലിമിനെ കാണുമ്പോൾ മറ്റുള്ളവർ തിരിഞ്ഞ് നടന്നു പോകുന്നൊരവസ്ഥ. അങ്ങനെയൊരു അവസ്ഥയുണ്ടാകാനുള്ള കാരണം മുസ്ലിമാകുന്നില്ല എന്നുള്ളതാണ്. ഒരു യഥാർത്ഥ സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ, എടോ, നമ്മൾ ആരുടെയും മുമ്പിൽ പോയിട്ട് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് ദഅവത്ത് നടത്തേണ്ട കാര്യമൊന്നുമില്ല. ഒരു യഥാർത്ഥ വിശ്വാസി, ഒരു മുസ്ലിമായാൽ മാത്രം മതി. അവന്റെ സ്വഭാവ ഗുണങ്ങൾ കണ്ടുകൊണ്ട് ജീവിതത്തിലേക്ക് ജനങ്ങൾ കടന്നു വരും. ഇന്ന് മുസ്ലിമിനെ കണ്ട ജനങ്ങൾക്ക് പേടിയ, വല്ലാത്ത ഒരു ഭയം. എന്തുകൊണ്ടാ നമ്മൾ യഥാർത്ഥ മുസ്ലിം ആകുന്നില്ല? കേവലം പേര് കൊണ്ട് അല്ലെങ്കിൽ രൂപം കൊണ്ട് മാത്രം നമ്മൾ മുസ്ലിം ആകുന്നു. യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം? ഒരു മുസ്ലിമിന്റെ ജീവിതം എങ്ങനെയായിരിക്കണം? ഒരു മുസ്ലിമിന്റെ സ്വഭാവ ഗുണം എങ്ങനെയായിരിക്കണം? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരായിരിക്കണമെന്നറിയുമോ? ഒരു മുസ്ലിമിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കണമെന്നറിയുമോ? ഞാനും നിങ്ങളും കാണാൻ ആഗ്രഹിക്കുന്ന, ഞാനും നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് പരിശുദ്ധമായ കഅബാലയം. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ കഅബാലയത്തെ പോലെ ആകണമെന്ന് മുത്തുനബി പഠിപ്പിക്കുകയാ. കഅബാലയത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. 2 ദിവസം ലീവ് കിട്ടിയാൽ പടച്ചവനെ എല്ലാവരും കൂടെ ഒരുമിച്ച് ആലോചിക്കുന്നു എവിടെയെങ്കിലും യാത്ര പോകാൻ, ടൂറ് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ കുടുംബത്തിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിരുന്നിട്ട് പോകാനുള്ള സ്ഥലങ്ങൾ ചർച്ച ചെയ്യുകയാണ്. അതാ ഊട്ടിയിൽ പോകാം, കൊടൈക്കനാലിൽ പോകാം, മൈസൂർ പോകാം, ബാംഗ്ലൂർ പോകാം, ഗോവയിൽ പോകാം. ഓരോ സ്ഥലം ഇങ്ങനെ പറയുകയാണ്. അപ്പോഴാണ് പറയുന്നത്, അവിടെ പോയതാ, ഒരു പ്രാവശ്യം ഊട്ടിയിൽ പോയതാണ്, ഒരു പ്രാവശ്യം കൊടൈക്കനാലിൽ പോയതാണ്, മൂന്നാറിൽ പോയതാണ്, ബാംഗ്ലൂരിൽ പോയതാണ്. അതുകൊണ്ട് നമുക്ക് മറ്റൊരു സ്ഥലത്ത് പോകാം. ഒരു വട്ടം പോയ സ്ഥലത്ത് പിന്നെ പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ പിന്നെയും വേറെ സ്ഥലത്ത് പോകാൻ കൊതിക്കുകയാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ ലോകത്തിന്റെ മധ്യഭാഗത്ത് പടച്ചറബിന്റെ അർശിന്റെ നേരെ താഴ്ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ. ആ കഅബാലയത്തിൽ ഒരു മനുഷ്യന് പോകാൻ അവസരം കിട്ടിയാൽ ഞാൻ പോയവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത് പോകാൻ ആഗ്രഹിക്കാതിരിക്കുന്നില്ല. കഅബാലയം കണ്ടവന് എത്ര പ്രാവശ്യം കണ്ടാലും മതി വരുന്നില്ല. ഒരു പ്രാവശ്യമല്ല, 1,00,000 പ്രാവശ്യം അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം കണ്ട മനുഷ്യനാണെങ്കിലും അവന് മതിയാകുന്നില്ലടോ. പിന്നെയും പിന്നെയും പോകാൻ കൊതിക്കുകയാണ്. ആ കറുത്ത കില്ല കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന കഅബാലയം ഒന്ന് കാണാൻ, ആ കഅബയുടെ കില്ലയൊന്ന് പിടിക്കാൻ, ആ മഖാമ ഇബ്രാഹിം ഒന്ന് ചുംബിക്കാൻ, ആ ഹജറുൽ അസ്വദ് ഒന്ന് തൊടാൻ പടച്ചവനെ എത്ര കണ്ട മനുഷ്യനാണെങ്കിലും പിന്നെയും പിന്നെയും കൊതിക്കുകയാണ്. അത് കഅബാലയത്തിന്റെ പ്രത്യേകതയാണ്. പടച്ചവനെ എത്ര പ്രാവശ്യം കണ്ട മനുഷ്യനാണെങ്കിലും അവസാനം വിടവാങ്ങലിന്റെ തവാഫുണ്ടല്ലോ, ആ കഅബാലയത്തിന്റെ മതാഫിലൂടെ അവസാനം വിട പറയുന്ന സമയത്ത്, ആ തവാഫ് ചെയ്യുന്ന സമയത്ത് അവന്റെ കണ്ണപടം നിറയുകയാണ്. പടച്ചവനെ 7ാമത്തെ തവാഫ് പൂർത്തിയാക്കി കഴിയുമ്പോ അവന്റെ ഹൃദയമൊന്ന് കിടകിടാ വിറയ്ക്കുകയാണ്, അവന്റെ ഹൃദയമൊന്ന് പിടയ്ക്കുകയാണ്, അവന്റെ കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തോട് അവസാനം വിട പറയുന്ന സമയത്ത്, അസ്സലാമു അലൈക യാ കഅബത്തുല്ലാഹ്, ആ കഅബയോട് സലാം പറയുമ്പോ കരയാത്ത മനുഷ്യനില്ലടോ. ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഹൃദയത്തിൽ ഈമാനുള്ളവന്റെ കണ്ണ് നിറയുകയാണ്. അവൻ എന്താണ് പടച്ചവനോട് പറയുന്നതെന്നറിയോ? ആ കഅബാലയത്തിൽ നിന്ന് അവസാനം തിരിഞ്ഞു നോക്കി അവൻ നടന്നു പോകുമ്പോ
അവന് പടച്ച റബ്ബിനോട് പറയുന്നു, അല്ലാ ഇനിയും ഒരു അവസരം തരണേ അല്ലാ, ഇനിയൊരു അവസരം തരണേ അല്ലാ, ഇത് അവസാനത്തെ സിയാറത്താക്കല്ലേ അല്ലാ. പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് നോക്കിയിരുന്ന് കൊണ്ട് പൊട്ടിക്കരന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ് ആ കഅബാലയത്തിൽ നിന്ന് ഓരോ മനുഷ്യനും മടങ്ങി വരുന്നത്. കഅബയോട് എല്ലാവർക്കും വല്ലാത്ത ഇഷ്ടമാണ്. കണ്ടാ കൊതി തീരുന്നില്ല. അടുത്തു പോയിരിക്കാൻ, ഒന്ന് തൊടാൻ, ഒന്ന് ചുംബിക്കാൻ, വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ. പടച്ചവനെ, ആ കഅബാലയത്തിന്റെ മുറ്റത്ത് എത്ര നേരം കഅബയോട് ജനങ്ങൾക്ക് മുഴുവനും വല്ലാത്ത ഇഷ്ടമാണ്. ഇതാണ് നബി തങ്ങൾ പറഞ്ഞത്, ഒരു സത്യവിശ്വാസി കഅബയെ പോലെയാകണം. ആ കഅബയെ പോലെയാകണം ഓരോ സത്യവിശ്വാസിയും. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം എടുത്ത് പഠിച്ചു നോക്കണോ. നബി തങ്ങൾ കഅബാലയത്തെ പോലെയാ. നബി തങ്ങളെ കണ്ടവർക്ക് പിന്നെയും പിന്നെയും കാണാൻ ആഗ്രഹമാണ്, മതി വരുന്നില്ലടോ. നബി തങ്ങളുടെ കൂടെ നടന്നവര്, നബി തങ്ങളുടെ കൂടെ ഇരുന്നവര്, നബി തങ്ങളോട് സംസാരിച്ചവര്, നബി തങ്ങളോടൊപ്പം യാത്ര ചെയ്തവര്, എല്ലാവർക്കും പിന്നെയും പിന്നെയും കാണാൻ ആഗ്രഹമാണ്. കണ്ടാ മതി വരുന്നില്ല, അവർക്ക് ആഗ്രഹം തീരുന്നില്ല. നബി തങ്ങളുടെ കൂടെ നടക്കണമെന്നവർക്ക് വല്ലാത്ത കൊതിയാ. അതുകൊണ്ടാണ് മഹാനായ സഫ്വാൻ തങ്ങളുടെ ചരിത്രം അറിയുമല്ലോ. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് ചോദിക്കുന്നു, സഫ്വാ നിനക്കെന്തു പറ്റി സഫ്വാന്? എല്ലാം തോലുമായിരിക്കുന്നല്ലോ, എല്ലാം തോലുമായിരിക്കുന്നല്ലോ, എന്തേ നിനക്ക് വല്ല മാരക രോഗവുമുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബിയോട് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരന്റെ മറുപടി എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്കൊരു മാരക രോഗവുമില്ല നബിയേ, എനിക്കൊരു പ്രയാസവുമില്ല നബിയേ, പിന്നെ എന്തുകൊണ്ടാണ് നീ എല്ലാം തോലുമായിരിക്കുന്നത്? യാ റസൂലല്ലാഹ്, വല്ലാത്ത ടെൻഷനാണ് നബിയേ, ഉറങ്ങാൻ പറ്റുന്നില്ല നബിയേ, ഇരിക്കാൻ പറ്റുന്നില്ല നബിയേ, എനിക്ക് വല്ലാത്ത ടെൻഷനാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, നിന്റെ ടെൻഷൻ എന്താണ് സഫ്വാ? യാ റസൂലല്ലാഹ്, അങ്ങാണ് നബിയേ, അങ്ങയെ കാണുമ്പോ എനിക്ക് പ്രയാസമൊന്നുമില്ല, അങ്ങയുടെ കൂടെ നടക്കുമ്പോ, അങ്ങയുടെ മുമ്പിൽ വന്നിരിക്കുമ്പോ എനിക്ക് വല്ലാത്ത സന്തോഷമാണ്, എനിക്ക് വല്ലാത്ത സമാധാനമാണ്. അങ്ങന്റെ കണ്ണൊന്നും മറഞ്ഞ എനിക്ക് വല്ലാത്ത ടെൻഷനാണ് നബിയേ, അങ്ങയെ കാണാതിരിക്കാൻ പറ്റുന്നില്ല നബിയേ. നബി തങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ്, നബി തങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ്. നബി തങ്ങളോട് സംസാരിച്ചവർക്ക് എത്ര സംസാരിച്ചാലും മതി വരില്ല. നബി തങ്ങളെ കണ്ടവർക്ക് പടച്ചവനെ 24 മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കാൻ കൊതിക്കുകയാണ്. പടച്ചവനെ ഏത് വിഷയമെടുത്തു നോക്കിയാലും അങ്ങനെയാണ്. ഒരു സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ അങ്ങനെയാ. ഭീമാപള്ളിയുടെ പരിസരത്ത് ജീവിക്കുന്ന ചെറുപ്പക്കാരാ, എല്ലാവരും നിന്നെ നോക്കിക്കാണുന്നത് സാധാരണ ഒരു മനുഷ്യനെ പോലെയല്ല. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ, ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്നറിയുമോ? ലോകത്ത് ഏറ്റവും കൂടുതൽ പടർന്നുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാമാണ്. എന്തുകൊണ്ടാ? വഅദ് കേട്ടിട്ടല്ല സഹോദരാ, എന്തുകൊണ്ടാണ് അള്ളാന്റെ ദീനിലേക്ക് ജനങ്ങൾ കടന്നു വരുന്നത്? ഒരു സത്യവിശ്വാസിയുടെ ജീവിതം ജനങ്ങൾ കണ്ടുപഠിക്കുകയാണ്. അതിനൊരുപാട് വഅദ് പറയേണ്ട കാര്യമില്ല. അതിന് ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകനെ കൊല്ലാൻ പോയ ഒരു മനുഷ്യനുണ്ട്. പടച്ചവനെ, സുമാമ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, യമനിന്റെ ഭരണാധികാരിയാണ്. സുമാമ എന്ന് പറയുന്ന മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിനോട് വല്ലാത്ത വെറുപ്പാണ്. നബി തങ്ങളെ കൊല്ലാൻ പോവുകയാണ്. 3 പ്രാവശ്യം നബി തങ്ങളെ കൊല്ലാൻ നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയാ. നബി
നിബിതങ്ങളെ കൊല്ലാൻ പറ്റാതെ വന്നപ്പോ സുമാമയ്ക്ക് വല്ലാത്ത ദേഷ്യമായടോ. ഒരുപാട് മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുകയാണ്, ഒരുപാട് മുസ്ലിമീങ്ങളെ ദ്രോഹിക്കുകയാണ്. സുമാമ ഒരുപാട് സ്വഹാബികളെ കൊന്നുകളഞ്ഞടോ. അവന്റെ ഉപദ്രവം സഹിക്കാതെ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, സുമാമ എവിടെ വെച്ച് കണ്ടാൽ കൊന്നുകളഞ്ഞേക്ക് സഹാബാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, സുമാമ എവിടെ വെച്ച് കണ്ടാൽ കൊന്നുകളയാൻ. അങ്ങനെ സ്വഹാബത്ത് തിരഞ്ഞു നടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പടച്ചവര് മദീനയിൽ പാതിരാത്രി ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരാൾ നടന്നു പോകുന്നു. ഒളിച്ചും പാത്തും നടന്നു പോകുന്ന മനുഷ്യനെ സ്വഹാബത്ത് കാണുകയാണ്. അവനെ പിടിക്കുകയാണ്, ചോദ്യം ചെയ്യുകയാണ്. പറയുന്നത് മുഴുവനും കള്ളമാണെന്ന് മനസ്സിലായി. അപ്പൊ സ്വഹാബത്ത് തീരുമാനിച്ചു, അല്ലാഹുവിന്റെ റസൂൽ ഇവന്റെ വിഷയത്തിൽ തീരുമാനമെടുക്കട്ടെ. അങ്ങനെ സുമദാ മനുഷ്യനെ പിടിച്ചു കൊണ്ടുവന്ന മസ്ജിദുൻ നബവിയുടെ തൂണിൽ കെട്ടിയിടുകയാ. അല്ലാഹുവേ, മഹാനായ സയ്യിദുനാ ബിലാൽ തങ്ങളുടെ സുബ്ഹിയുടെ ബാങ്ക് വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹി നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു വന്നപ്പോ സ്വഹാബത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇന്നലെ പാതിരാത്രി ഒരു മനുഷ്യനെ കിട്ടി നബിയേ. അവൻ ഇസ്ലാമിന്റെ ശത്രുവാണെന്ന് തോന്നുന്നു നബിയേ. പള്ളിയുടെ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുന്നു നബിയേ. അങ്ങ് വന്നിട്ട് തീരുമാനമെടുക്കാമെന്ന് കരുതികെട്ട് പള്ളിയിൽ കൊണ്ടുവന്ന് കെട്ടിക്കിട്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സുബ്ഹി നമസ്കാരം കഴിഞ്ഞു. പള്ളിയുടെ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുന്ന മനുഷ്യൻ ആരാണെന്ന് ചെന്ന് നോക്കുമ്പോ നിബിതങ്ങൾ വല്ലാതെ അത്ഭുതപ്പെടുകയാ. നിബിതങ്ങൾ അവിടെ നിന്ന് ചോദിക്കുന്നു, യാ സ്വഹാബാ, ഈ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുന്ന മനുഷ്യൻ ആരാണെന്നറിയുമോ സഹാബാ? അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യമാണ്. ഈ പള്ളിയുടെ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുന്ന മനുഷ്യൻ ആരാണെന്നറിയുമോ? ഇല്ല നബിയേ, ഇല്ല നബിയേ. ആരാണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെ നിന്ന് സ്വഹാബത്ത് ചോദിക്കുമ്പോ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബാ, ഇവനാണ് സുമാമ, ഇവനാണ് സുമാമ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയേണ്ട താമസമുണ്ടല്ലോ. സ്വഹാബത്ത് ചാടി എഴുന്നേൽക്കുകയാണ്. പലരുടെയും കൈകാലുകൾ പിടയ്ക്കുകയാണ്. പലരും തന്റെ അരയിൽ കിടക്കുന്ന ഉറയിലേക്ക് കൈവെക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് കൊല്ലാൻ പറഞ്ഞവനാ. എവിടെ കിട്ടിയാൽ കൊന്നുകളയാൻ വിധങ്ങൾ പറഞ്ഞ മനുഷ്യനാണ്. കണ്ണിന്റെ മുമ്പിൽ കിട്ടിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് കൊല്ലാൻ പറയുമെന്ന് കരുതിയിട്ട് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഓരോ സ്വഹാബിയും കൊതിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്തെന്നറിയുമോ? പഠിക്കണേ സഹോദരാ, അല്ലാഹുവിന്റെ ദീൻ എന്താണെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലാഹുവിന്റെ ദീൻ വളർന്നത് വാളുകൊണ്ടല്ലടോ. ഒരാളെയും ഭീഷണിപ്പെടുത്തിയിട്ടല്ല, കൊലപാതകങ്ങൾ നടത്തിയിട്ടല്ല അല്ലാഹുവിന്റെ ദീൻ വളർന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ നോക്കിയ ഒരുപാട് സ്വഹാബത്തിനെ കൊന്നുകളഞ്ഞ സുമാമയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദുൻ നബവിയുടെ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുന്നത്. നബി തങ്ങളുടെ മറുപടി എന്തെന്നറിയുമോ? സ്വഹാബാ, ഒരാളും തൊട്ടുപോകല്ലേ സഹാബാ, ഒരാൾ പോലും തൊട്ടുപോകാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനമാണ്. എവിടെ വെച്ച് കണ്ടാലും കൊല്ലണമെന്ന് നബി തങ്ങൾ പറഞ്ഞ മനുഷ്യന് മുത്തുനബിയുടെ മുമ്പിൽ കിട്ടിയപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഒരാൾ പോലും തൊട്ടുപോകാൻ പാടില്ല. സ്വഹാബത്ത് മുഴുവനും അത്ഭുതത്തോടെ മുത്തുനബിയുടെ മുഖത്ത് നോക്കുകയാണ്. നബി തങ്ങളുടെ രണ്ടാമത്തെ പ്രഖ്യാപനം എന്തെന്നറിയുമോ? സ്വഹാബാ, പട്ടിണിക്കിടല്ലേ സഹാബാ,
വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കണം സഹാബ, ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കണം സഹാബ. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, കഴിക്കാൻ ഭക്ഷണം കൊടുക്കണേ, കുടിക്കാൻ പാല് കൊടുക്കണേ. നബിതങ്ങളെ സ്വഹാബത്തിനോട് പറയുമ്പോ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലടോ. എന്നാലും നബിതങ്ങൾ പറയുകയാണ് അവന് ഭക്ഷണം കൊടുക്കാൻ, സുമാമയ്ക്ക് പാല് കൊടുക്കാൻ, തന്റെ വീടുകളിൽ ചെന്ന് ഭാര്യമാരെ കൊണ്ട് ഭക്ഷണം വെപ്പിക്കുകയാണ്. അവിടെ നാടിന്റെയും ഒട്ടകത്തിന്റെയും പാല് കറന്നു കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അല്ലാഹുവേ, നബിതങ്ങൾ മിണ്ടാതെ പോവുകയാണ്. ഒരു ദിവസം കഴിഞ്ഞു, ഒരു ദിവസം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുമാമയുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. നബിതങ്ങൾ സുമാമയുടെ മുമ്പിലേക്ക് കടന്നു വന്നു. എന്നിട്ട് നബിതങ്ങൾ ചോദിക്കുകയാണ്, അവിടെന്ന് ചോദിക്കുന്നു, സുമാമ സുഖമാണോ സുമാമ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുകയാ, മാതാ ഇൻദകയാ സുമാമ, നിനക്ക് സുഖമാണോ സുമാമ? നിനക്ക് സുഖമാണോ സുമാമ? പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ലോകത്തിന്റെ നേതാവ് വന്ന് ചോദിക്കുകയാണ്. സുമാമയുടെ മറുപടി, മുഹമ്മദ്, എനിക്ക് സുഖമാണ് മുഹമ്മദ്. നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ. ഇത് നിന്റെ നാടാണ് മുഹമ്മദ്, ഇവിടെയുള്ളവർ മുഴുവനും നിന്റെ ആൾക്കാരാണ്. നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ. ഒരാള് പോലും നിന്നോട് ചോദിക്കില്ല. പക്ഷേ എന്നെ വെറുതെ വിട്ടാ നിനക്ക് ആവശ്യമുള്ള സമ്പത്ത് ഞാൻ തരാ മുഹമ്മദ്. നബിതങ്ങളെ ചിരിച്ചുകൊണ്ട് മിണ്ടാതെ പോവുകയാണ്. രണ്ടാമത്തെ ദിവസമായി നബിതങ്ങളെ ചോദിക്കുന്നു, മാതാ ഇൻദകയാ സുമാമ, സുഖമാണോ സുമാമ? സുമാമയുടെ മറുപടി എപ്പോഴും, മുഹമ്മദ്, എനിക്ക് സുഖമാണ്. നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ. എന്നെ വെറുതെ വിട്ടാൽ നിനക്ക് ആവശ്യമുള്ള സമ്പത്ത് ഞാൻ തരാ. നബിതങ്ങൾ മിണ്ടാതെ പോയി. മൂന്നാമത്തെ ദിവസം നബിതങ്ങൾ വന്നു. അവിടെ നിന്ന് ചോദിക്കുന്നു, സുമാമ, നിനക്ക് സുഖമാണോ? അന്നത്തെ മറുപടിയും അത് തന്നെയാണ്. 3 ദിവസം കഴിഞ്ഞപ്പോ നബിതങ്ങൾ പറഞ്ഞു, സ്വഹാബാ, അഴിച്ചു വിട്ടേക്ക് സഹാബ, വെറുതെ വിട്ടേക്ക് സ്വഹാബ. സുമാമ ചിരിക്കുന്ന മുഖത്തേടെ എഴുന്നേക്കുകയാണ്. നബിതങ്ങൾ പറയുന്നു, വെറുതെ വിട്ടേക്കാൻ. നബി പറയുകയാണ്, വെറുതെ വിട്ടേക്കാൻ. പടച്ചവനെ, സുമാമ ഇറങ്ങുകയാണ്. സ്വഹാബത്തിന്റെ മുഖത്ത് വല്ലാത്ത ഒരു പരിഭവമാണ്. അവരുടെ മുമ്പിലൂടെ ചിരിക്കുന്ന മുഖത്തോട്, നീയൊന്നും ചെയ്തില്ലല്ലോടാ എന്ന രീതിയിൽ സുമാമ ഇറങ്ങി പോവുകയാണ്. നബിതങ്ങളൊന്നും മിണ്ടിയില്ലടോ, അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ലടോ. കുറച്ചു സമയം കഴിഞ്ഞപ്പോ സുമാമ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. കുറച്ചങ്ങ് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ സുമാമ അവിടെ നിന്ന് പുതുവസ്ത്രം ധരിക്കുകയാ. തന്റെ കൈകാലുകൾ കഴുകുകയാണ്. ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് സുമാമ തിരിച്ചു വരികയാ. സ്വഹാബത്ത് മുഴുവനും അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ സുമാമ പുതുവസ്ത്രം ധരിച്ചുകൊണ്ട് മുത്തുനബിയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, മുത്തുനബിയുടെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, നബിയേ, ഞാൻ മുസ്ലിമാകുന്നു നബിയേ, ഞാൻ മുസ്ലിമാകുന്നു നബിയേ. എന്തൊരു സ്നേഹമാ നബിയേ, എന്തൊരു അനുസരണയാണ് നബിയേ, എന്തൊരൊത്തൊരുമയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, അങ്ങയുടെയും അനുചരന്മാരുടെയും ഈ സ്വഭാവം കണ്ടിട്ട് ഞാൻ ഇനി നന്നായില്ലെങ്കിൽ എന്ന് നന്നാകാനാ. നിങ്ങളുടെ ജീവിതം കണ്ടിട്ട്, ഈ മുസ്ലിമീങ്ങളുടെ ജീവിതം കണ്ടിട്ട് ഞാൻ നന്നാകുന്നില്ലെങ്കിൽ ഇനി എന്ന് നന്നാകാനാ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ശഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് സുമാമ എവിടെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് പറയുന്നു, നബിയേ, ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നത്, ഈ ലോകത്ത് ഞാൻ ഏറ്റവും
ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന മുഖം അങ്ങയുടെ മുഖമാണ് നബിയേ. എനിക്ക് വെറുപ്പായിരുന്നു നബിയേ. ഇന്നെന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അങ്ങയുടെ മുഖമാണ്. എനിക്ക് മദീനയോട് വെറുപ്പാട്, എനിക്ക് മദീനയോട് വെറുപ്പാട്. അങ്ങ് താമസിക്കുന്ന നാടിനോട് എനിക്ക് വല്ലാത്ത വെറുപ്പായിരുന്നു. എന്നാൽ എന്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നാട് മദീനയാണ് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നെന്ന ചരിത്രം പറയുമ്പോ ഭീമാ പള്ളിയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം. നിന്റെ ജീവിതം കണ്ടിട്ട് വേണം മറ്റുള്ളവര് പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരാൻ. അതിനൊരു കാരണമാകണം ചെറുപ്പക്കാരാ. നീ കഅബയെ പോലെയാകണം. നിന്റെ കൂടെ നടക്കാൻ, നിന്റെ കൂടെ സഞ്ചരിക്കാൻ, നിന്റെ കൂടെ നിന്റെ വീടിന്റെ പരിസരത്ത് താമസിക്കാൻ മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വരണം സഹോദരാ. അങ്ങനെ ഒരു സാഹചര്യം വരണം. അങ്ങനെ വരണമെങ്കിൽ നമ്മൾ മാറണം. അങ്ങനെ വരണമെങ്കിൽ നമ്മൾ മാറണം. നമ്മൾ യഥാർത്ഥ മുഅ്മിനാകണം. പേര് കൊണ്ട് മാത്രം മുസ്ലിമായ പോരാ. സിറാജ് എന്ന് പേര് വെച്ചാൽ മാത്രം മുസ്ലിമാകില്ല. താടിയുണ്ടെന്ന് പറഞ്ഞ് മുസ്ലിമാകില്ല. തൊപ്പി കിട്ടെന്ന് പറഞ്ഞ് മുസ്ലിമാവില്ല. ജീവിതം കൊണ്ട് നീ മുസ്ലിമായി മാറ്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് പറയുകയാണ്, എല്ലാവരും ചോദിക്കുന്ന ഉസ്താദേ ഇവരെങ്ങോട്ടാണ് പോകുന്നത്, ഇവരെ എങ്ങനെയാണ് നന്നാക്കുന്നത്, ഇവര് എന്ത് പറഞ്ഞാണ് നന്നാക്കുന്നത്? ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് അടിച്ചു പൊളിച്ച് മതിമറന്ന് ജീവിക്കുന്ന ചെറുപ്പക്കാരാ, ജീവിതം ആസ്വദിക്കാനുള്ളതല്ലടാ. കളിച്ചും ചിരിച്ചും അടിച്ചു പൊളിച്ചും നടക്കുമ്പോ സമയം കിട്ടുമ്പോ ഇടയ്ക്കിടയ്ക്ക് നിന്റെ കാലിൽ കിടക്കുന്ന ചെരിപ്പിലൊന്ന് നോക്കണേ. ഒരുപാട് ചിരിച്ചും കളിച്ചും ഈ മക്കാമിന്റെ പരിസരത്തുകൂടെ കൈപിടിച്ചുകൊണ്ട് നടക്കുന്ന യുവത്വമേ, ഇടയ്ക്കിടയ്ക്ക് കാലിലൊന്ന് നോക്കണേ. ഇടയ്ക്കിടയ്ക്ക് കാലിലൊന്ന് നോക്കണേ. എന്തിനാണ് കുല്ലുംരിഇൻ മുസബ്ബഹും ഫീ അഹ്ലിഹി വൽ മൗതു അദിനാ മിൻ ശിറാകി നഅലിഹി. എന്തിനാണ് നോക്കാൻ പറയുന്നതെന്നറിയോ? എടാ, കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറുണ്ടല്ലോ, അത് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ ഇതുപോലെ മരണം നിന്റെ കൂടെ നടക്കുന്നുണ്ട് ചെറുപ്പക്കാരാ. സർവ സ്വപ്നങ്ങളും പോകുമടാ. എല്ലാ പ്രതീക്ഷകളും തകർത്ത് തരിപ്പണമാക്കി അതാ കാബിലുൽ അർവാഹു മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം ഏത് നിമിഷമാണ് ഇറങ്ങി വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് ഈ പരിസരത്ത് ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേനിന് ചില കാര്യങ്ങൾ പറയാനുണ്ടോ? ഒരല്പസമയമാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനാണ് ചോദിക്കുന്നതെന്നറിയോ? ഞാനും നിങ്ങളും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബ, പരിശുദ്ധമായ കലാമായ ഖുർആൻ ഉണ്ടല്ലോ മോനെ, ആ ഖുർആൻ പറയുന്നത് എന്താണെന്നൊന്ന് കേൾക്കാൻ മനസ്സുണ്ടാകണം ചെറുപ്പക്കാരാ. എന്റെ പുതിയ തലമുറയോട് പറയുകയാണ്, നന്നാകാൻ ഇനി ഒരു വഴിയുമില്ലെന്ന് പറഞ്ഞ് നടക്കുന്നവരോട്, മക്കളെ ഒരു നിമിഷം അല്ലാഹുവിന്റെ ഖുർആനിന് പറയാനുള്ളത് എന്താണെന്നൊന്ന് കേൾക്കടാ ചെറുപ്പക്കാരാ. പെങ്ങളെ കേക്കു, പെങ്ങള്, ഉപ്പമാരെ, ഉമ്മമാരെ, അല്ലാഹുവിന്റെ ഖുർആനിന് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. നീ ഒന്ന് കേൾക്കടോ. ഒരല്പനേരം അല്ലാഹുവിന്റെ കലാമിന് എന്താണ് പറയാനുള്ളതെന്ന് ഒന്ന് കേൾക്കാൻ നീ തയ്യാറാകു. അത് കേട്ടാ നിന്റെ ജീവിതത്തിൽ മാറ്റം വരികയാ. ഇന്നത്തെ ചെറുപ്പക്കാരുടെ ജീവിതം കാണുമ്പോ വാപ്പ ചോദിക്കണം, ഉസ്താദെ ഇതിനൊക്കെ ഇനി എങ്ങനെ നന്നാക്കാനാ? ഇവരൊക്കെ ഇനി എങ്ങനെ നന്നാകും? പടച്ചവനെ, അള്ളാഹു നമ്മുടെ യുവത്വത്തെ എല്ലാരും അള്ളാഹു നന്നാക്കുമാറാകട്ടെ. എടോ നന്നാകാനുള്ള ഖുർആൻ ഉണ്ടല്ലോ, അള്ളാഹിന്റെ പരിശുദ്ധമായ കലാമ്. ആ ഖുർആനിന് നിങ്ങളോട് എന്തോ പറയാനുണ്ട്. ആ ഖുർആൻ പറയുന്നത് എന്താണെന്ന് അനുസരിക്കുന്നതും അനുസരിക്കാത്തതൊക്കെ നിന്റെ ഇഷ്ടം. പക്ഷെ ഒരാൾ പറയുന്നത് കേൾക്കണമല്ലോ. ആ ഖുർആനിന് പറയാനുള്ളത് എന്താണെന്ന് ഒന്ന് കേൾക്കാനുള്ള ഒരു മനസ്സെങ്കിലും നമുക്കുണ്ടാകണം. അള്ളാഹു ആ മനസ്സ് നൽകുമാറാകട്ടെ. അള്ളാഹു ആ മനസ്സ് നൽകുമാറാകട്ടെ. സിറാജിന് പറയാനുള്ളതല്ല, സിറാജിന് പറയാനുള്ളതല്ല, അള്ളാന്റെ ഖുർആനിന് നിങ്ങളോട് 4 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഖുർആൻ. ആ കാര്യത്തിൽ ഒരെണ്ണം കേട്ടിട്ട് നമുക്ക് പോയേക്കാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ.
നാലും ഒന്നും കേൾക്കണ്ട, ഒരേ ഒരു കാര്യം കേട്ടിട്ട് നമുക്ക് ദുആ ചെയ്തു പോയേക്കാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. കേൾക്കല്ലേ, ഒരു കാര്യം കേട്ടാ മതി. ഖുർആനിന് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്ക്. അള്ളാന്റെ കലാമല്ലേ മക്കളെ, പൊതുവില്ലാതെ തൊടാൻ പാടില്ലല്ലോ, അത് ബഹുമാനിക്കേണ്ട സാധനമല്ലേ. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ല. അല്ലാഹു പറയാ, ഈ ഖുർആൻ അങ്ങാണ് ഒരു മലയുടെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ ഖുർആൻ ഇറങ്ങുന്നത് കാരണം പേടിച്ചിട്ട് ആ പർവ്വതം പോലും പൊടിഞ്ഞു പോകുമായിരുന്നു. നമ്മൾ വീടിന്റെ അലമാരിയുടെ മുകളിൽ ഇട്ടേക്കാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്ത് ഭയം, എന്ത് പേടി. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനിന് പറയാനുള്ള ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിന് പറയാനുള്ള ഒന്നാമത്തെ കാര്യം, മക്കളെ ഖുർആനാടായത്. ഇത് ആരെങ്കിലും എഴുതിയ പുസ്തകമല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? മോനെ, ഇത് ഖുർആനാ. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ കലാമാടാ ഖുർആൻ. ആ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒന്നാമത്തെ കാര്യം ഇത് ഖുർആനാണെന്നുള്ള ബോധം നിനക്ക് വേണം മോനെ. ഒരുപാട് വെറുതെ ഇരുന്ന് പാരായണം ചെയ്തിട്ട് കാര്യമില്ല. ഉമ്മമാര് പറയും, ഉസ്താദേ ഞാൻ ആഴ്ചയിൽ ഖത്തം തീർക്കും, മാസത്തിൽ ഖത്തം തീർക്കും. എന്തിനാ പെങ്ങള് അങ്ങനെ വെറുതെ വായിച്ചു തീർക്കാനുള്ള ഒരു പുസ്തകമല്ല ഖുർആൻ. ആ ഖുർആൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. ആ ഖുർആനിനെ നീ ബഹുമാനിക്കാൻ പഠിക്കണം. ആ ഖുർആനിനെ നീ ആദരിക്കാൻ പഠിക്കണം. ആ ഖുർആനിനെ കുറിച്ച് നീ മനസ്സിലാക്കൂ. ആ ഖുർആനിനെ മനസ്സിലായാ പടച്ചവനെ, ഏത് മനുഷ്യനും നന്നാകുമടോ, ഏത് വൃത്തികെട്ടവനും നന്നാകുമടോ. അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടിട്ടല്ലേ എത്രയോ കൊലകൊമ്പന്മാര് അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നത്. പടച്ചവനെ, ഒരിക്കലും നന്നാകില്ലെന്ന് പറഞ്ഞ് എല്ലാവരും എഴുതി തള്ളിയ മോശമായ ജീവിതം നയിച്ച എത്രയോ പേര് വഅദ് കേട്ടിട്ടല്ല നന്നായത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് നന്നായില്ലേ? പടച്ചവനെ, നമ്മൾ മദീനത്ത് പോകുമല്ലോ, ആ പച്ചക്കുബ്ബയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് കിടക്കുന്ന സ്വഹാബിയാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ തങ്ങൾ ആരായിരുന്നെന്നറിയുമോ ചെറുപ്പക്കാരാ? ഖത്താബിന്റെ മകൻ ഉമർ ആരായിരുന്നെന്നറിയുമോ മോനെ? ഒരു കാലമുണ്ടായിരുന്നടാ ഉമറിനൊരു കാലമുണ്ടായിരുന്ന ചെറുപ്പക്കാരാ. ഉമറിനെ കുറിച്ച് അതാ ഉമറിന്റെ അയൽവാസിയോട് ഒരു മനുഷ്യനോടി വന്നിട്ട് പറഞ്ഞു, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. ഉമറിന്റെ അയൽവാസിയോട് ചെന്ന് പറയുമ്പോ അയൽവാസിയുടെ മറുപടി എന്തെന്നറിയുമോ? എന്റെ വീടിന്റെ മുറ്റത്ത് കെട്ടിക്കിട്ടിരിക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറ. എന്റെ വീടിന്റെ മുമ്പില് കെട്ടിക്കിട്ടിരിക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറ. വിശ്വസിക്കാനാ തയ്യാറാണ്. എന്നാലും ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമാകില്ല, വിശ്വസിക്കാൻ തയ്യാറല്ല. കാരണം ഉമറിന്റെ ജീവിതം അങ്ങനെയാണ്. ആ ഉമറാണ് കഅബയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ശപഥം ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയിട്ട് ഊരിപ്പിടിച്ച വാളുമായി ഖത്താബിന്റെ മകൻ പോവുകയാണ്. ഉമർ പോകുമ്പോഴാണ് വടിയിൽ വെച്ചുകൊണ്ട് ഒരാള് ചോദിക്കുന്നു, ഉമറ് എങ്ങോട്ട് പോവുകയാ? പുതിയ മതവുമായി വന്ന മുഹമ്മദിന്റെ തലയെടുക്കാൻ പോവുകയാ. പടച്ചവനെ, അപ്പോഴാണ് ആ മനുഷ്യൻ പറഞ്ഞു, മുഹമ്മദിനെ നന്നാക്കുന്നതിന് മുമ്പ് സ്വന്തം പെങ്ങളെ പോയി നന്നാക്കടാ. നിന്റെ കൂടപ്പിറപ്പും മുഹമ്മദിന്റെ കൂടെ കൂടിയിരിക്കുകയാണ്. ഉമറിന് സഹിക്കാൻ കഴിഞ്ഞില്ല, നാണക്കേടായടോ. സ്വന്തം സഹോദരി മതം മാറിയിരിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തന്റെ കൂടപ്പിറപ്പിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഫാത്തിമയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഭർത്താവും ഭാര്യയും ഖുർആൻ പാരായണം ചെയ്യുകയാ. അവിടെ നിന്ന് ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയാ. വീടിന്റെ അകത്തേക്ക് ഇരച്ചു കയറി തന്റെ കൂടപ്പിറപ്പിനെ തല്ലിച്ചതയ്ക്കുകയാണ്. അല്ലാഹുവേ, ഫാത്തിമയുടെ വായിലൂടെയും മൂക്കിലൂടെയും ബ്ലഡ് ഇങ്ങനെ ഒഴുകുകയാണ്. അല്ലാ, തന്റെ കണ്ണിന്റെ മുമ്പിൽ
കൂടപ്പറപ്പിരുന്ന് രക്തത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന് കരയുന്നത് കണ്ടപ്പോ കുബറദാ ഉമറിന്റെ മനസ്സൊന്ന് പിടയുകയാണ്. ഒന്നുമില്ലെങ്കിലും കൂടപ്പറപ്പാണല്ലോ. ഉമർ ശാന്തനാവുകയാണ്. ഉമർ ചോദിക്കുന്നു, ഫാത്തിമ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ നീ എന്തോ പാടുന്നത് കേട്ടു ഫാത്തിമ, അതെനിക്കൊന്ന് പാടിത്തരുമോ ഫാത്തിമ? ഫാത്തിമ പറയുകയാ, ഞാൻ പാട്ടല്ല പാടിയത്, ഞാൻ അല്ലാഹുവിന്റെ കലാമൂതിയതാ, ഞാൻ ഖുർആൻ പാരായണം ചെയ്തതാ. ഉമർ ചോദിക്കുന്നു, എന്റെ കയ്യിലൊന്ന് തരുമോ? പോയി ശുദ്ധിയായിട്ട് വരാറ്. ഖത്താബിന്റെ മകൻ ഉമർ പോയി അതാ ശുദ്ധിയായിട്ട് കിടന്നു വന്നപ്പോ ആ കാട്ടാളനായ ഉമറിന്റെ മുമ്പിൽ ഫാത്തിമ എന്ന് പറയുന്ന കൂടപ്പറപ്പ് ഓതി കൊടുക്കുകയാ. സൂറത്തു ത്വാഹ എന്ന് പറയുന്ന അധ്യായത്തിൽ 3-4 ആയത്തുകൾ അങ്ങ് ഓതിക്കൊടുത്ത് കഴിഞ്ഞപ്പോ ഉമറിന്റെ ഹൃദയം അങ്ങ് പിടയുകയാ. അല്ലാഹുവിന്റെ കലാം കേട്ടപ്പോ, ഖുർആൻ കേട്ടപ്പോ നബി മുത്തുനബിയെ കൊല്ലാൻ പോയ ഉമറിന്റെ ധൈര്യമൊക്കെ പോയടോ. ഉമറദാ ഇറങ്ങുകയാണ്, വാള് പിടിച്ചുകൊണ്ട് മുത്തുനബിയുടെ മുമ്പിലേക്ക് വരുമ്പോ സ്വഹാബത്തിന് പേടിയാടോ. വരുന്നത് ഉമറാടോ. ഉമർ വരുന്നെന്ന് കേട്ടപ്പോ എല്ലാവരും പേടിച്ചു വിറയ്ക്കുകയാണ്. അങ്ങനെ ഉമർ അങ്ങനെ മുത്തുനബിയുടെ മുമ്പിലേക്ക് കടന്നു ചെന്നപ്പോ സയ്യിദുനാ ഹംസ റളിയല്ലാഹു തആല അൻഹു ഹംസ തങ്ങളെ തടയുകയാണ്. ഉമറിനോട് പറഞ്ഞു, ഉമറേ, മുസ്ലിമാകാൻ വന്നതാണോ? നബി തങ്ങളുടെ മുമ്പിൽ കയറിയിട്ട് നിനക്ക് ജീവനോടെ പോകാം? അല്ലാഹുവിന്റെ റസൂലിനെ എന്തെങ്കിലും ചെയ്യാമെന്നതാണോ? ജീവനോടെ പോകില്ലടാ ഉമർ, ജീവനോടെ പോകില്ലടാ ഉമർ. ഉമറിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാള് തടയുന്നത്. ഒരാൾ പോലും ഉമറിന്റെ നേരെ നിൽക്കാൻ ധൈര്യമില്ല. ആ ഉമറിനെ തടഞ്ഞു നിർത്തിയിട്ട് ഹംസ തങ്ങൾ പറയുകയാ, നീ ജീവനോടെ ഇവിടെ നിന്നും മടങ്ങി പോകില്ല. ഉമർ തങ്ങൾ ഭാവിയിൽ ചോദിച്ചു, നിനക്ക് എങ്ങനെ ഈ ധൈര്യം കിട്ടി? പടച്ചവനെ, നീ അങ്ങനെ ചോദിച്ചപ്പോ ഞാൻ പേടിച്ചു പോയി എന്ന് ഉമർ തങ്ങൾ തന്നെ പിൽക്കാലത്ത് പറയുകയാണ്. ആ ഉമർ തങ്ങളാണ് മുത്തുനബിയുടെ മുമ്പിൽ വന്നിട്ട് ഷഹാദത്ത് കലിമ പറഞ്ഞ മുസ്ലിമായത്. പടച്ചവനെ, ഉമറിന്റെ ജീവിതത്തിൽ മാറ്റം വന്നടാ ചെറുപ്പക്കാരാ. ഒരിക്കലും നന്നാകില്ലെന്ന് പറഞ്ഞ് എഴുതി തള്ളിയ ഉമർ പടച്ചവനെ അവിടെ നിന്ന് നന്നായത് ഖുർആൻ കേട്ടട്ടാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്തേടാ നിനക്ക് മാറ്റം വരാത്തത്? ഞാനും നിങ്ങളും ഒരുപാട് ഖുർആൻ കേട്ടവരല്ലേ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോശമായ ജീവിതം നയിച്ച എത്രയോ പേര് കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവായിരുന്നടാ. പടച്ചവരെ, കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവായിരുന്ന ചെറുപ്പക്കാരനെന്ന് പടച്ചവനെ അള്ളാന്റെ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നല്ലോ. ഫുളൈൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. മോനെ, കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാടാ. ഏതൊരു പെണ്ണിനെയും ഫുളൈലിനൊരു ഹോബി ഉണ്ടായിരുന്നടാ. ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവളുമായി ശാരീരികമായി ബന്ധപ്പെടുമായിരുന്നു. ഏത് പെണ്ണിനെയും വളയ്ക്കുന്നവനാണ് ഫുളൈല്. അല്ലാഹുവേ, കൂട്ടുകാർ മുഴുവനും ഒരു സ്വാലിഹത്തായ പെണ്ണിന്റെ പുറകെ നടക്കുകയാ. എന്തെല്ലാം ചെയ്തു നോക്കിയിട്ടും ആ പെണ്ണിനെ വളയ്ക്കാൻ പറ്റുന്നില്ല. കൂട്ടുകാര് പറഞ്ഞു, ഫുളൈല്, നീ വല്ലാത്ത ധൈര്യശാലിയാണല്ലോ, ഏത് പെണ്ണിനെയും വളയ്ക്കുമല്ലോ. നീ ചങ്കൂറ്റമുള്ളവനാണെങ്കിൽ ഞങ്ങൾ കാണിക്കുന്ന പെണ്ണിനെയൊന്ന് വളയ്ക്കടാ. ഫുളൈലിന് പെണ്ണിനെ കാണിച്ചു കൊടുക്കുകയാണ്. സുന്ദരിയായ പെണ്ണ് ഫുളൈല് പുറകിൽ നടക്കുകയാണ്. എന്തെല്ലാം പറഞ്ഞു നോക്കിയിട്ടും ആ പെണ്ണ് മൈൻഡ് ചെയ്യുന്നില്ല. പടച്ചവനെ, ഫുളൈലിന്
നാണക്കേടായി, ഫുളൈലിന് നാണക്കേടായി. എങ്ങനെയെങ്കിലും അവളെ പരാജയപ്പെടുത്തണം. അങ്ങനെ ആരാരുമില്ലാത്ത സമയത്ത് ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആരുമില്ലാത്ത സമയത്ത് പെണ്ണിന്റെ വീടിന്റെ അകത്തേക്ക് അതിക്രമിച്ച് കയറുകയാ. ആ പെണ്ണിന്റെ മുമ്പിൽ ചെന്നിട്ട് പറയുകയാണ്, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്, നീ എന്റെ ആഗ്രഹം സാധിപ്പിച്ചു തരണം. ആ പെണ്ണ് പറഞ്ഞു, ഒരിക്കലും ചെയ്യൂല. ആ പെണ്ണ് പറഞ്ഞു, ഒരിക്കലും ഞാനതിന് തയ്യാറല്ല. ഫുളൈലിന് ദേഷ്യമായി, ബലാത്സംഗം ചെയ്യുകയാണ്, അവിടെ നിന്ന് റേപ്പ് ചെയ്യാൻ പോവുകയാണ്, ആ പെണ്ണിനെ കീഴ്പ്പെടുത്തുകയാണ്. അവസാനം ആ പെണ്ണിനെ വ്യഭിചരിക്കുന്നതിന് വേണ്ടി, അവളെ റേപ്പ് ചെയ്യുന്നതിന് വേണ്ടി ആ പെണ്ണിന്റെ മുമ്പിൽ ചെന്ന് തയ്യാറെടുക്കുമ്പോ പെണ്ണ് നിലവിളിക്കുകയാ, ഒരുപാട് കരയുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്, തെള്ളി മാറ്റാൻ നോക്കുന്നുണ്ട്. എന്ത് ചെയ്തിട്ടും ആ ചെറുപ്പക്കാരൻ പരിഗണിക്കുന്നില്ല. അവസാനം അല്പനേരം കഴിഞ്ഞപ്പോ പെണ്ണിന്റെ നിലവിളി മാറുകയാ, രക്ഷപ്പെടാനുള്ള പിടിച്ചുമാറ്റമൊക്കെ മാറുകയാ. പെണ്ണ് ശാന്തമായിരിക്കുകയാ, ഫുളൈലിന്റെ മുഖത്തേക്ക് നോക്കുകയാ. ഫുളൈൽ ചോദിച്ചു, പെണ്ണെ സമ്മതിച്ചതാണോ? നീ നിലവിളിക്കുന്നില്ലല്ലോ, രക്ഷപ്പെടാൻ നോക്കുന്നില്ലല്ലോ, എന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണല്ലോ, സമ്മതിച്ചതാണോ എന്ന് ചോദിച്ചപ്പോ ആ ഫുളൈലിനോട് പറഞ്ഞു, ചെറുപ്പക്കാരാ, ഫുളൈലിനോട് ആ പെണ്ണ് ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ ഓതുകയാ. പരിസരത്തുള്ള ഒരു വീടിന്റെ അകത്തിരുന്നിട്ട് ഒരു മാതാവ് ഖുർആൻ ഓതുകയാ. ഏതായത്താ ഓതിയതെന്നറിയുമോ? അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അടുത്ത വീട്ടിൽ എവിടെയോ ഒരു ഉമ്മ ഇരുന്നിട്ട് ഖുർആൻ ഓതുകയാ. ആയത്ത് കേട്ടപ്പോ, ഖുർആനിലെ ഒരായത്ത് കേട്ടപ്പോ ആ പെണ്ണിന്റെ കൺതടങ്ങൾ നിറയുകയാ. അല്ലാഹുവേ, തന്നെ വ്യഭിചരിക്കാൻ വന്നിരിക്കുന്ന ചെറുപ്പക്കാരനോട് ആ പെണ്ണ് ചോദിക്കുന്ന, ഫുളൈലേ, അല്ലാഹു ചോദിക്കുന്നത് കേട്ടില്ലേടാ? അല്ലാഹു ചോദിക്കുന്നത് കേട്ടില്ലേ? അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഒരുപാട് ആസ്വദിച്ചില്ലേ, ഒരുപാട് അടിച്ചു പൊളിച്ചില്ലേ, ഒരുപാട് സുഖിച്ചില്ലേടാ ഫുളൈലേ? വയസ്സ് കുറെ ആയില്ലേടാ ഫുളൈലേ? എന്തേടാ നന്നാകാത്തത്? എന്തേ നന്നാകാത്തത്? ഈ മഖാമിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ മുസ്ലിമേ, ആസ്വദിച്ചില്ലേടാ ചെറുപ്പക്കാരാ? എന്റെ ഉമ്മയോട്, എന്റെ ഉപ്പയോട്, എന്റെ ചെറുപ്പക്കാരോട്, എന്റെ പെൺമക്കളോട് ചോദിക്കുന്ന സഹോദരിമാരെ, ആസ്വദിച്ചില്ലേ? അടിച്ചു പൊളിച്ചില്ലേ? ജീവിതത്തിന്റെ എല്ലാം നീ സാധിച്ചു കഴിഞ്ഞില്ലേ? ഇനി എന്തേ നിനക്ക് നന്നാകാൻ പറ്റാത്തത്? പ്രായം ചെന്നിട്ട് പോലും വാപ്പാ മുടി നരച്ചില്ലേ ഉപ്പ? രോഗങ്ങളായില്ലേ ഉപ്പ? കൂടെ പഠിച്ച കൂടപ്പറപ്പും കൂടെ പഠിച്ചവരും ഈ കാണുന്ന പള്ളിയുടെ കബർസാരിൽ കൊണ്ടുവച്ചവനല്ലേ നീ? നിനക്ക് 40 കഴിഞ്ഞില്ലേ, 50 കഴിഞ്ഞില്ലേ, 60 കഴിഞ്ഞില്ലേ? എന്തേ വാപ്പാ നീ നന്നാകാത്തത്? ഏതു മനുഷ്യനും 40 വയസ്സ് കഴിഞ്ഞാ നന്നാകുമല്ലോ, 40 കഴിഞ്ഞാ നന്നാകുമല്ലോ. എന്തേ ഉമ്മ നന്നാകാത്തത്? എത്ര മയ്യത്ത് കണ്ടുമ്മ, എത്ര മയ്യത്ത് കണ്ടുമ്മ? പിഞ്ചു കുഞ്ഞുങ്ങളുടെ മയ്യത്ത് പോലും നീ കണ്ടവളല്ലേ ഉമ്മ? നിന്റെ കൂടപ്പറപ്പ് പോയില്ലേ? എന്റെ ഉപ്പമാരോട് ചോദിക്കട്ടെ, എത്രയോ പേരുടെ ജനാസ ഭീമാ പള്ളിയുടെ കബർസാനിൽ ഇറക്കി വെച്ച്, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ എന്ന് പറഞ്ഞുകൊണ്ട് പിടിമണ്ണ് വാരിയിട്ടവനല്ലേ? പടച്ചവനെ, കുമ്മനം ഉസ്താദ് അല്ലെങ്കിൽ ഇവിടുത്തെ പള്ളിയിലെ ഉസ്താദന്മാര് ജനാസ കൊണ്ടുവച്ചപ്പോഴും
ബോധിപ്പിച്ചപ്പോഴും ഉസ്താദന്മാര് മരണത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തന്നതല്ലേ, ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന്, ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന് ഈ ഉസ്താദന്മാര് മുഴുവനും പറഞ്ഞു തന്നിട്ട് പോലും എന്തേ നന്നാകാത്തത്, എന്തേ നന്നാകാത്തത്? ഖബർ കണ്ടാ നന്നാകുമടോ? മുത്തുനബിയുടെ മുമ്പിൽ, മഹാനായ നബി തങ്ങളുടെ മുമ്പിൽ സഹാബി വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് നന്നാകണം നബിയേ, എനിക്ക് നന്നാകണം നബിയേ. എടാ, കള്ളുകുടി മാറണോ? കഞ്ചാവടിക്കുന്നത് മാറണോ? വ്യഭിചരിക്കുന്നത് മാറണോ? ഏത് ദുശീലവും മാറണോ? 5 നയാ പൈസയുടെ ചെലവില്ലടാ ചെറുപ്പക്കാരാ. ഏത് ദുശീലം വേണമെങ്കിലും മാറ്. നിനക്ക് നന്നാകാൻ ആഗ്രഹമുണ്ടോ? അള്ളാന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? നബി തങ്ങളുടെ മുമ്പിൽ സ്വഹാബി വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നന്നാകണം നബിയേ, എനിക്ക് നന്നാകണം നബിയേ. ഒരുപാട് ഇബാദത്തുകൾ ചെയ്യണം നബിയേ, വല്ലാത്ത മടി തോന്നുന്നു നബിയേ. ആരാ ചോദിക്കുന്നതെന്നറിയോ? അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു. സാധാരണ ചെറുപ്പക്കാരനല്ല. ആരാ അബൂദർ എന്നറിയോ? അബൂദർ എന്ന് പറയുന്ന സ്വഹാബി ആരാണെന്നറിയോ? ഒരിക്കൽ നബിതങ്ങളും ജിബ്രീലും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നബിതങ്ങളും ജിബ്രീലും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ അബൂദർ നടന്നു പോവുകയാ. നബിതങ്ങളുടെ മുമ്പിലൂടെ നടന്നു പോവുകയാ. അബൂദർ ചിന്തിക്കുന്നു, അല്ലാ, നബിതങ്ങൾ എന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇടയിൽ കയറി സലാം പറയണ്ട, ശല്യമായാലോ, നബിതങ്ങൾക്ക് ശല്യമായാലോ. അബൂദർ മിണ്ടാതെ നടന്നു പോകുമ്പോ ജിബ്രീൽ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ പോകുന്നത് അബൂദറല്ലേ നബിയേ? സലാം പറഞ്ഞില്ലല്ലോ നബിയേ. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മടക്കുമായിരുന്നു നബിയേ. നബിതങ്ങൾ അത്ഭുതപ്പെടുകയാണ്. ജിബ്രീലേ, അബൂദറിനെ നിനക്കറിയാമോ? അബൂദറിനെ നിനക്ക് എങ്ങനെയാ പരിചയമുള്ളത്? അല്ലാഹുവിന്റെ റസൂലിനോട് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്റെ അബൂദറിനെ നിനക്കറിയുമോ? എന്റെ അബൂദറിനെ നിനക്ക് പരിചയമുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ പരിചയപ്പെട്ടത്? അപ്പോഴാണ് ജിബ്രീൽ പറയുന്നത്, യാ റസൂലല്ലാഹ്, ഇന്നഹു ലഫീ മലകൂതി സമാവാതി സബ് അശ്റഫിൽ അർളി. ഭൂമിയിലെ ജനങ്ങൾക്കറിയില്ലെങ്കിലും, ഈ മദീനക്കാർക്കറിയില്ലെങ്കിലും, ആകാശലോകത്തുള്ള ഏത് മലക്കിനോട് ചോദിച്ചാൽ ഈ അബൂദറിന്റെ പേര് പറയും നബിയേ. വിവിഐപി ആണ് നബിയേ, വിവിഐപി ആണ് നബിയേ. ഈ അബൂദറാണ് നബി തങ്ങളോട് ചോദിക്കുന്നത്, നന്നാകാൻ ഒരു വഴി പറഞ്ഞുതാ യാ റസൂലല്ലാഹ്. മുത്തുനബിയുടെ മറുപടി ഈ പള്ളിയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരോട്, എന്റെ ഉപ്പമാരോട് പറയുകയാണ്, നന്നാകണോ വാപ്പാ, നന്നാകണോ വാപ്പാ. മക്കളെ, ഇവിടത്തെ പള്ളിപ്പറമ്പിൽ നിനക്കൊന്ന് പോകാൻ പറ്റുമോ? അതാ ഭീമാ പള്ളിയിലെ ചെറുപ്പക്കാര് പറയും, എനിക്ക് വല്ലാത്ത ചങ്കൂറ്റമാ സിറാജേ, ഏത് പാതിരാത്രി വേണമെങ്കിലും ഞാൻ ഏത് സ്ഥലത്തു കൂടെയും ഒറ്റയ്ക്ക് നടന്നു പോകാൻ ധൈര്യമുള്ളവരാ. എനിക്ക് യക്ഷിയെ പേടിയില്ല, എനിക്ക് ഒരുത്തരെയും പേടിയില്ല. ഏതു പാതിരാത്രിയും ഞാൻ ഒറ്റയ്ക്ക് എവിടെ വേണമെങ്കിലും പോകുമെന്ന് ചങ്കൂറ്റത്തോടെ പറയുന്ന പെരുമ ഈ നാട്ടിലെ ചെറുപ്പക്കാരോട്, മോനെ, പാതിരാത്രി 12 മണിക്കും 1 മണിക്കുമൊന്ന് പോകണ്ടടാ. നാളെ രാവിലെ ഒരു 11 മണിയാകുമ്പോ നിനക്ക് സമയം കിട്ടിയ ഭീമാ പള്ളിയുടെ ഖബർസാരിലൊന്ന് പോകടേ മോനെ. ഖബർ നേരത്തെ കുഴിച്ചിട്ടുണ്ടല്ലോ. ഈ കാണുന്ന ഭീമാ പള്ളിയുടെ ഖബർസാനിൽ നാളെ ഒരു 11 മണിക്ക് ഒറ്റയ്ക്ക് ചെന്നിട്ട് കുഴിച്ചിട്ടിരിക്കുന്ന, അടച്ചിട്ടിരിക്കുന്ന ഖബറിന്റെ മുകളിൽ നിന്ന് എല്ലാം ഒന്നെടുത്ത് മാറ്റിയിട്ട്, ധൈര്യമുണ്ടോ ചെറുപ്പക്കാരാ? നാളെ പകല് 11 മണിക്ക് ഈ കാണുന്ന ഭീമാ പള്ളിയുടെ ഖബർസാനിൽ കുടിച്ചിട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ഖബറിന്റെ അകത്ത് ഇറങ്ങിയിട്ട് ഒരു
10 മിനിറ്റ് ഇരിക്കാനുള്ള ചങ്കൂറ്റം. ഏത് ചെറുപ്പക്കാരനാടാ, ഏത് ചെറുപ്പക്കാരനാടാ മോനെ കണ്ണ് നിറയാതെ, കൈകാലുകൾ വിറയ്ക്കാതെ, ഹൃദയമൊന്ന് പിടയ്ക്കാതെ ഖബറിനകത്ത് ഇറങ്ങിയിരിക്കാതിരക്ക് ധൈര്യമുണ്ടോ ചെറുപ്പക്കാരാ? ഇല്ലടാ മോനെ. ഏത് ചങ്കൂറ്റമുള്ളവനും പതറിപ്പോകുമടാ. കാരണം ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ. കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാന. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാ പേടിക്കണമെന്നാണ്. ഖബർ കണ്ടാ കരയണമെന്നാ, ഖബർ കണ്ടാ കരയണമെന്നാ. ചെറുപ്പക്കാരാ ഇറങ്ങല്ലേടാ മോനെ, ഖബറിനകത്ത് ഇറങ്ങല്. ചിലപ്പോ നിന്നെ അതിനകത്തിട്ട് മൂടേണ്ടി വരും ചെറുപ്പക്കാരാ. അതുകൊണ്ട് അതിനുള്ള ധൈര്യമൊന്നും കാണില്ല. നീ ഖബറിന്റെ മുകളിൽ നിന്നിട്ട് ആ കുഴിച്ചിട്ടിരിക്കുന്ന കുടിയിലേക്കൊന്ന് നോക്കുമോനെ, ഖബർസാനിലേക്കൊന്ന് നോക്കുമോനെ. ഭീമാപ്പള്ളി വിറപ്പിച്ച ഒരുപാട് പേര് അവിടെ കിടക്കുന്നുണ്ടടാ. ഈ നാട്ടിലെ കൊലകൊമ്പന്മാര്, കോടീശ്വരന്മാര്, ഗുണ്ടകള്, ഈ നാട് വിറപ്പിച്ച എത്രയോ കൊലകൊമ്പന്മാര് ഭീമാപ്പള്ളിയുടെ മണ്ണിനടിയിൽ കിടക്കുന്നടാ. അവന്റെ ഖബറിന്റെ മുകളിൽ നിൽക്കുന്ന ചെടി നിന്നെ നോക്കിയിട്ട് ചിരിക്കുകയാ. ആ ഖബറിന്റെ മുകളിൽ നട്ടുവെച്ചിരിക്കുന്ന ചെടിയുണ്ടല്ലോ, അത് ചിരിക്കുകയാ. പറയുന്നത് എന്തെന്നറിയോ? എന്റെ താഴെ കിടക്കുന്നവന്റെ തലച്ചോറിലെ വളം വലിച്ചെടുത്താണ്, അവന്റെ തലച്ചോറിലെ വളം വലിച്ചെടുത്തിട്ടാണ് ഞാനിങ്ങനെ നെളിഞ്ഞു നിൽക്കുന്നതെന്ന് ആ ചെടികൾ പോലും നിന്നോട് പറഞ്ഞു തരും ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഖബറിലേക്ക് നോക്കടാ. ഖബറിന്റെ ആഴം സോദരാ നീ നോക്ക്. അതിൽ നിന്നെ മെല്ലെ ഇറക്കലും വന്നോർക്ക്. ഇതുപോലെ ജീവിത കാലമില്ലൊരു കുണ്ട് കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ. എങ്കിൽ സുറൂറായി നീ കടക്കും മറുകരാ. നിബിതങ്ങൾ പറഞ്ഞടാ ചെറുപ്പക്കാരാ, നന്നാകുമടാ മോനെ. ഖബറിന്റെ ചാരത്തു പോയാ ഏത് വൃത്തികെട്ടവനും നന്നാകുമടോ, ഏത് ദുശീലവും മാറുമടോ. എന്റെ ഭീമാപ്പള്ളിയിൽ വയത് കേൾക്കാമെന്ന ഉമ്മ, നീ പള്ളിപ്പറമ്പിൽ പോകാറില്ല. നിനക്ക് നന്നാകണോ? നിന്റെ ദുസ്വഭാവങ്ങൾ മാറണോ? ഏഷടിയും പരദൂഷണവും തമ്മിലടിയും എല്ലാം മാറണോ പെങ്ങള്? മരിച്ച വീട്ടിൽ പോകണേ ഉമ്മ. ആ വീടിന്റെ പരിസരത്ത് ടാർപ്പ് കെട്ടിയിരിക്കുന്ന ഒരു ചെറിയ റൂം കാണാ. ചൂടുവെള്ളം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു റൂം കാണാ. മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തു കഴിഞ്ഞ പോകണേ ഉമ്മ. ആ മയ്യത്ത് കുളിപ്പിക്കുന്ന റൂമിന്റെ അകത്തൊന്ന് കേറി ചെല്ലടേ. ഭീമാപ്പള്ളിയിലെ ചെറുപ്പക്കാരുടെ മുഴുവനും കണ്ണിന് കുളിർമയേകിയിരുന്ന പെൺകുട്ടിയാ കിടക്കുന്നത്. അവൾക്ക് ഓടണ്ട, അവൾക്ക് ചാടണ്ട, അവൾക്കൊന്നും മിണ്ടണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തട്ടിക്കളിക്കുന്നത് കാണാ. മയ്യത്ത് കുളിപ്പിക്കുന്നത് കണ്ടാ ജീവിതത്തിൽ മാറ്റം വരുമെന്നാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഖുർആൻ കേട്ടിട്ടാ ഉമർ നന്നായത്. ഖുർആൻ കേട്ടിട്ടാണ് പടച്ചവന് ഒരുപാട് പേര് നന്നായത്. ഒരിക്കലും നന്നാകില്ലെന്ന് പറഞ്ഞ് എഴുതി തെള്ളിയവര് മുഴുവനും ഖുർആൻ കേട്ട് നന്നായവരാ. പെങ്ങളെ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല ഖുർആൻ കേട്ടിട്ട് ബോധം കെട്ട് വീണ മഹ്ദിയാ. ഇതുപോലെ ഒരുപാട് പേരുടെ ചരിത്രമുണ്ടോ. പക്ഷേ നമ്മൾ നന്നാകുന്നില്ല.
അള്ളാന്റെ ഖുർആൻ കേട്ടപ്പോ ഒരിക്കലും നന്നാകില്ലെന്ന് പറഞ്ഞ ഉമർ തങ്ങൾ നന്നായി. എന്റെ പ്രിയപ്പെട്ടവരെ, കൊട്ടേഷ സംഘത്തിന്റെ നേതാവായി നടന്ന ഫുളൈൽ ഇബ്നു ഇയാദ് ലോകമറിയുന്ന പണ്ഡിതനായത് ഖുർആൻ കേട്ടിട്ടാ. ഒറ്റ ആയത്ത്, ഖുർആൻ മൊത്തമൊന്നും കേട്ടില്ല. നമ്മൾ ഖുർആൻ പഠിച്ചിട്ട് നടക്ക, ഖുർആൻ ഇങ്ങനെ രണ്ട് ചെവി കൊണ്ട് ഇഷ്ടം പോലെ കേൾക്കുന്നുണ്ട്, ഒരു ചലനം പോലും എന്റെയും നിങ്ങളുടെ ഹൃദയത്തിലില്ല. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. നേരം വെളുത്തത് മുതൽ വൈകുന്നേരം വരെ 24 മണിക്കൂറും മൈക്കിലൂടെ ഖുർആൻ ഇട്ടാലും നമുക്കെങ്കിലും എന്തെങ്കിലും മാറ്റമുണ്ടോ? എവിടെ മാറ്റം? എന്ത് മാറ്റം? ഒരു ചലനം പോലും ഇല്ലടോ നമുക്ക്. എന്തേ അതിന്റെ കാരണം? ഒറ്റ ആയത്ത് കേട്ടപ്പോ എത്രയോ പേര് നന്നായി. ഖുർആൻ മുഴുവനും കേട്ടിട്ട് നമ്മൾ നന്നാകുന്നില്ല. അള്ളാഹു നമ്മളെ നന്നാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കുമാറാകട്ടെ.